ഹലോ. അങ്ങനെ കുറേ നാളുകളിലത്തെ ബ്രേക്കിന് ശേഷം ബാക്ക് പതുക്കെ സംസാരിക്കണത്. ഹാവ് ജസ്റ്റ് മൂവ്ഡ് ഇൻ ടു വേറെ ഒരു സ്ഥലം. കണ്ടാലറിയുണ്ടാവും ശ്വാസം വിടാൻ സ്ഥലമുണ്ട്. അപ്പോൾ യാ കഴിഞ്ഞ ഒരു മെയ് മാസം വാസ് കൈൻഡ് ഓഫ് സോ ഡ്രമാറ്റിക് ദാറ്റ് ഒരു കഴിഞ്ഞു 25 മെയ്യും എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ 26 മെയ്യും ഒരുമാതിരി ജഗപുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഫ്രം ജൂൺ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വളരെ സക്സസ്ഫുള്ളായിട്ട് ഉപ്പൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരുമാതിരി എൻ്റെ കോൺ ആക്ച്വലി നന്നായിട്ട് ഉണ്ടാവാറുള്ളത്. ഇന്ന് ഞാൻ അവൾക്കും കൂടി വേണ്ടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ കുറേ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഉപ്പാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ വയ്യണ്ട ഇപ്പോൾ ഫുജറയ്ക്ക് വേണ്ടിയായിരുന്നു. സോ അവിടെ എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും എൻ്റെ മുട്ടക്കറീനെ പറ്റിയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് വരുന്ന ദിവസം ഞാൻ ഉണ്ടാക്കി. അഗൈൻ ഗസ് വാട്ട്, അഗൈൻ ഐ പുട്ട് എ ലോട്ട് ഓഫ് ഉപ്പ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പാണ് എനിക്ക് തരുന്നൊരു വലിയ വില്ലൻ. ആൻഡ് യൂഷ്വൽ കപ്പ് ഓഫ് കോഫി. കുറേ റുട്ടീൻസൊക്കെ മാറി. ആൻഡ് എനിക്കറിയില്ല ബ്ലോഗൊക്കെ എങ്ങനെയാവും ഇനി. ആൻഡ് ഐ റിയലി ഡോണ്ട് നോ, ബട്ട് ഐ എം മച്ച് ബെറ്റർ റൈറ്റ് നൗ. ആൻഡ് കഴിഞ്ഞ വീക്കാണ് മൂവിങ് ചെയ്തത്. ലൈഫിൽ കുറേ കാര്യങ്ങളിലേക്ക് എക്സ്റ്റേണലി കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ കുറേ കാര്യങ്ങൾ മാറി. കുറേ കൺഫെഷൻസ്, കുറേ അതും ഇത്. ഐ മീൻ ലൈഫ് ഹാവ് ബീൻ, ഐ വോണ്ട് സേ ഡിഫിക്കൾട്ട്, പക്ഷെ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ആൻഡ് കൈൻഡ് ഓഫ് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഫോർ ദാറ്റ്. പക്ഷേ ഐ എം അറ്റ് എ ഗുഡ് പ്ലേസ് റൈറ്റ് നൗ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറേ ക്ലീനൊക്കെയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിടാൻ തുണികളൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം മനസ്സിലായത്, ഒരു പെട്ടി ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ജീവിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് അവിടെ ഇടിയും പരത്തിയിടുമ്പോൾ എനിക്ക് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഐ എം ലൈക്ക് ഓൾവേസ് സെർച്ചിങ് ഫോർ തിങ്സ് ആൻഡ് ഐ ഡോണ്ട് നോ. ആൻഡ് ഇപ്പോൾ ഇറ്റ്സ് 10 ആൻഡ് ഇവിടെ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ലൈക്ക് ഇന്നലെ രാത്രിക്കായാലും ഞാൻ ഇട്ടു കുറേ നേരം ഇരുന്നിട്ട് ഞാൻ ഉറങ്ങിയത്. ലൈക്ക് 3 o'clock എന്തായപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. ആൻഡ് രാവിലെ എപ്പോഴും 7, 8 ഒക്കെ ആയപ്പോൾ ഞാൻ ഇട്ടു. സോ ഇന്നത്തെ പ്ലാൻ ഐ വോണ്ട് ടു ഗെറ്റ് ഐ ഡോണ്ട് നോ വാട്ട്, കുറച്ച് ക്ലീൻ ആക്കണം, കുറച്ചും കൂടെ ബാക്കിയുണ്ട്, കുറേയൊക്കെ സെറ്റപ്പ് ചെയ്യാണ്ട്. പിന്നെ എനിക്കറിയില്ല, അവൾ കുറേ ഉണ്ടാവില്ല നമ്മൾ ഷെയറിങ് കാര്യങ്ങൾ. എനിക്കറിയില്ല, ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് താമസിച്ചതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഡോണ്ട് നോ, ഇറ്റ്സ് കൈൻഡ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആൻഡ് ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഗുഡ്. ആൻഡ് ആസ് ഓഫ് നൗ എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ്, പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്, ഐ ഹാവ് ടു ബി സ്ട്രോങ്, ഐ ഹാവ് ടു ബി ദിസ് ആൻഡ് ദാറ്റ്. എവറിത്തിങ് വാസ് ദെയർ. ഐ ഹാവ് ഫേസ്ഡ് കൈൻഡ് ഓഫ് വെരി ബാഡ് സിറ്റുവേഷൻസ്. ഒറ്റയ്ക്ക് പോയി മേജർ ട്രാജിക്കൊക്കെ പോലത്തെ ഭയങ്കര ഡ്രാമാറ്റിക് സിറ്റുവേഷൻസ് നടന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലായത്, വയ്യാണ്ടായ സമയത്ത് I really wanted someone near me. I really wanted, I hope someone was near me in the situation, because and the body was reacting to kind of stress kind of most of the time, and I really wanted someone. And achanamakkum markonnu ingodu varanum pattilla, I can't go back, and it was kind of very difficult at that point. But it was, and എനിക്ക് കൈൻഡ് ഓഫ് കുറേ മെസ്സേജസ് ഒന്നും വന്നില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്തിരുന്നു. കുറച്ച് പേരെങ്കിലും വന്നിട്ട് പറഞ്ഞു അവരുടെ കുറേ സ്ട്രഗിൾസും, യുനോ ദേ ഗോട്ട് കണക്റ്റഡ് വാച്ചിങ് ദ വീഡിയോസ് ആൻഡ് ആൾ. ആൻഡ് ഐ ഫെൽറ്റ് ആക്ച്വലി നല്ല സന്തോഷമായി. കാരണം എനിക്കറിയില്ല, കാരണം നമ്മളെത്ര മാസ്ക് ഇട്ട് നടന്നാലും ചില സമയത്ത് we become vulnerable and been kind of a roller coaster, and I hope എത്ര വട്ടം പറയും അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കുറച്ച് തുണി വാങ്ങാൻ പോകണമെന്നുണ്ട്. ഒരാഴ്ചയിൽ ഞാൻ 2-3 വട്ടമൊക്കെ ഹെയർ റിമൂവ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ ഐ നീഡ് ടു ഗെറ്റ് എ ലേസർ. ആൻഡ് പീപ്പിൾ ആർ ലൈക്ക്, അയ്യോ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നിട്ട് ആൾക്കാരുടെ യൂഷ്വലി മുഖത്തേക്ക് എന്താ ഇത് ചോദിക്കും. ഐ ലൈക്ക് if you can see that, എനിക്കത് കണ്ടുകൊണ്ട് കാണാൻ പറ്റും. You don't have to comment on me, നിൻ്റെ മുഖത്ത് അതുണ്ട്, നിൻ്റെ മുഖത്ത് ഇതുണ്ട്. എനിക്ക് കാണാം, എനിക്ക് 2 കണ്ണുണ്ട്. ഓക്കെ, അപ്പോൾ അതന്നെ. എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് എനിക്ക് പകുതി കാര്യങ്ങളൊന്നും കാണണ്ടായിരുന്നില്ല. വാസ് ഗെറ്റിംഗ് സോ ഔട്ട്.
ഐ ഡോണ്ട് നോ വാട്ട് ഓൾ വാസ് ഡൂയിങ്. ഞാൻ ലൈക്ക് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേൻ്റെ പരിപാടിക്ക് പോയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് തേഴ്സ്ഡേ. ഹേ തേഴ്സ്ഡേ, ഐ വാസ് തിങ്കിങ് നമ്മൾ ട്യൂസ്ഡേ ആണല്ലോ. അത് അത്ര രസം. അത് ഞാൻ എന്നിട്ട് അവിടെ പോയിട്ടുണ്ടല്ലോ ഗൈസ് ആക്ച്വലി ലൈക്ക് യു നോ ഐ ജസ്റ്റ് സൂൺഡ് ഔട്ട് ആൻഡ് ഐ വാസ് തിങ്കിങ് ലൈക്ക് ടുമോറോ ഇസ് തേഴ്സ്ഡേ ആൻഡ് അവർ ലൈക്ക് ശിൽപ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ടുമോറോ ഇസ് ഫ്രൈഡേ, ഐ മീൻ ടുഡേ ഇസ് തേഴ്സ്ഡേ. ഐ ലൈക്ക് ഓ ഗ്രേറ്റ്. ബിക്കോസ് ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് തേഴ്സ്ഡേ ആണെന്നാണ്. പക്ഷേ ആക്ച്വലി പിറ്റേ ദിവസം ഫ്രൈഡേ ആയിരുന്നു, വിച്ച് മീൻസ് ആ ദിവസം തേഴ്സ്ഡേ ആയിരുന്നു. എന്താണെങ്കിലും അപ്പോൾ ഇന്നത്തെ ഹെയർ മുളക്ക് കഴിഞ്ഞു. ആൻഡ് ഇതിപ്പോൾ നാളെ മറ്റന്നാളത്തേക്ക് എല്ലാം തിരിച്ചു വരും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ പോയ പോക്കും എല്ലാം കൂടി തിരിച്ചു വരും. ഞാനെനിക്കല്ലെങ്കിൽ കഴിഞ്ഞ കാരടി വരുന്നത് ഓ മൈ ഗോഡ് വാട്ട് എവർ. എന്തായാലും ആക്ച്വലി റൂമിൽ പോയപ്പോൾ ഐ എം ഹാപ്പി ബിക്കോസ് എനിക്കറിയില്ല, നോ ഐ ഹാവ് സ്പേസ് ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല വീഡിയോസിൽ വരണം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കാണിക്കുന്നില്ല. ആൻഡ് എവരി വൺ ഹാസ് ദെയർ ഓൺ പ്രിഫറൻസ്. ഈവൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയച്ഛനും തന്നെ കംഫർട്ടബിൾ. സോ ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് വ്ളോഗ് അറൗണ്ട് പീപ്പിൾ. ഞാനിപ്പോൾ എൻ്റെ എല്ലാവരുടെ വീട്ടിൽ പോയാൽ തന്നെ ഐ മൈ കസിൻസ് റിലേറ്റീവ്സ് ഐ ഡോണ്ട് വ്ളോഗ് ദാറ്റ് മച്ച് ബിക്കോസ് ഞാൻ എല്ലാ സമയത്തും വ്ളോഗ് ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ല. ഇൻ അതർ പീപ്പിൾസ് വ്ളോഗ് ഈവൻ ദോ എനിക്കങ്ങനെ വ്ളോഗ് ചെയ്യാൻ ആരുമില്ല. ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര ഒരു ഫ്ലെയർ അപ്പ് വന്നിട്ട് ഫുൾ റെഡാണ്, ബാക്കൊക്കെ അങ്ങനെയാണ് പോകും. ടോട്ടൽ പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെയാണ്. ഓക്കെ, ടോട്ടൽ കണ്ടീഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി എല്ലാം ഒന്ന് റിവൈവ് ചെയ്ത് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെയൊക്കെ യു നോ വാട്ട്, കുറച്ച് കംഫർട്ടബിൾ ആയിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ആൻഡ് ഓൾസോ ലുക്ക് അറ്റ് ദി സൺ ഈസ് ലിറ്ററലി സ്ലാപ്പിംഗ് ഓൺ മൈ ഫേസ്. ഇപ്പോഴത്തെ സമയം 5 മണി. എന്തായാലും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഓഫീസ് റൊമാൻസ് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കണ്ടിരുന്ന് ഇതുവരെ സംസാരിച്ച് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് ഓർത്തത് ഹാവ് സം പണി ടു ഡു ഇൻ ദ അടുക്കള. ഞാനവിടെല്ലാം ചിലവുകളാക്കിയിട്ടാണ് വന്നിട്ടത്. ബൈ ദ വേ, ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ലോസ്റ്റ് ആവിൽ. ഐ ആം ജസ്റ്റ് ലോസ്റ്റ് ലൈക്ക് എനിത്തിങ്. ഞാൻ ഇവിടെ സാധനം വെച്ചിട്ട് തിരിഞ്ഞു പോയാൽ ഞാനത് എന്താണെന്ന് മറന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. പക്ഷേ ഐ ഹോപ്പ് ഐ ഗെറ്റ് ബെറ്റർ. സോണിങ് ഔട്ട് ലൈക്ക് ക്രേസി. ഫൈനലി ആഫ്റ്റർ കുറേ നേരം റെഡി ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ തന്നെ 5:30. ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും 6 മണി 6:30 എന്തായാലും ഒരു 9 മണി പിടിക്കാം. ഞാൻ ഇതേവരെ കുറേ കാലങ്ങളായിട്ട് ഡ്രസ്സ് വാങ്ങൽ എന്നൊന്നും പരിപാടികളൊന്നും ഞാൻ പുറത്ത് പോയി ചെയ്യുന്ന പരിപാടിയല്ല. ഞാൻ എപ്പോഴും ഓൺലൈനിലിരുന്ന് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ടുഡേ ഡ്യൂ ടു സർട്ടൺ റീസൺസ് പുറത്ത് പോകാമെന്ന് വിചാരിച്ചതാണ്. സോ ആർക്കാണ് കുറേ നാളുകൾക്ക് ശേഷം ഓരോ അവസ്ഥകൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയായാലും വാട്ട് എവർ ഇറ്റ് ഈസ് പോയി നോക്കാം. എന്തായാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും വെയിൽ ഇതുവരെ പോകാനുള്ള പ്ലാനൊന്നും വെയിലിന് കാണാനില്ല. എന്തായാലും ഇപ്പോൾ എന്തായാലും നട്ടുച്ച 3 മണി പോലെയാണ് നിൽക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാപ്പോഴും പറഞ്ഞ പോലെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ശരിക്കും ഭയങ്കര ഭംഗി. നേരിട്ടല്ലാട്ടോ ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ വി ആർ ഓൺ അവർ വേ. കുറേ നാളെ വ്ളോഗ് ചെയ്തിട്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. ഞാൻ മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പ്ലഗ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ അതിൻ്റെ ചാർജ് എപ്പോഴാണ് ഏത് കൊല്ലത്തിലാണ് ഞാൻ ചെയ്തതെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ആകെ കൂടെ വാങ്ങിയിട്ട് 2 വട്ടം ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പക്ഷേ ഇത് കൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കൂടെ നോക്കുമ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. അത് വർക്ക് ആവുമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഫുഡ് കൗണ്ടറിൽ വന്നു, വർക്കായില്ല. ആൻഡ് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യണം. കുറച്ച് പിന്നെ മൈക്ക് എത്ര നേരം നിൽക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഉള്ളിൽ വെച്ചേക്കാണ്. ലൈറ്റ് ഓഫ് ആയാലും ഓൺ ആയാലും ഞാൻ അറിയില്ല. പിന്നെ ദൈവം എന്ത് ലെറ്റ് ഗോയിങ് ആണ് പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മൈക്ക് ഇപ്പോൾ പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ്. അതിൻ്റെ മാഗ്നറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഇതാണ് ഇവിടുത്തെ പ്രൈമാർക്ക്. ആൻഡ് ലെറ്റ്സ് സീ ഇവിടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഷോപ്പിംഗ് ഈസ് കൈൻഡ് ഓഫ് ഹെഡേക്ക്. ഞാൻ എന്തായാലും കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്.
ഹാവ് ടു ട്രൈ. ഞാൻ പ്രൈമാർക്കിൽ നിന്ന് കുറേ സാധനം മേടിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഒരെണ്ണം ലൈക്ക് ഒരെണ്ണം H&M ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. സോ സാധനം പക്ഷേ ഒരു ഇറ്റ്സ് ലൈക്ക് ഡേ ടു ഡേയ്സ് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഐ എം ഗെറ്റിംഗ് ലൈക്ക് ലോസ്റ്റ് ഹിയർ ആൻഡ് ദേർ. എനിക്ക് അറിയുന്നില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രൈമാർക്കിൽ പോയിട്ട് മേടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗിഫ്റ്റ് കാർഡ് വർക്കായിട്ടില്ല. എന്നിട്ട് ഞാൻ രാത്രി 9 മണിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങില്ല. ആൻസർ, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലവും പോയിട്ടും ഷോപ്പിലൊന്നും പോയിട്ട് സാധനങ്ങൾ മേടിക്കാത്തതെന്ന്. ബിക്കോസ് ഞങ്ങളിവിടെ 4:30 പോയിട്ട് ഇപ്പോൾ എത്തിയത് രാത്രി 11:00 ഓക്കെ. കാരണം എനിക്കൊരു കടയിൽ പോയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഓടിപ്പടച്ച് ലൈക്ക് ലിറ്ററലി അവസാനം ഞാൻ ട്രയൽ റൂമിൽ കയറി ആകെ മൊത്തം പോയി. എൻ്റെ കമ്മൽ ഒരു സ്ഥലത്ത്, എൻ്റെ ക്ലിപ്പ് ഒരു സ്ഥലത്ത്, എല്ലാം പറന്നൊക്കെ പോയി. എങ്ങനെയൊക്കെ അവസാനം ഞാൻ മേടിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുകയെന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചൊന്നും. പക്ഷേ കുഴപ്പമില്ല. ബാക്കി എന്തൊക്കെ മേടിച്ചു എന്നുള്ള ഹോളൊന്നും എനിക്ക് കാണിച്ചു തരാൻ വയ്യ. പ്രൈമാർക്ക് പോയി. പ്രൈമാർക്കിൻ്റെ കളക്ഷൻ റേറ്റ് ചെയ്യാനാണെങ്കിൽ ദ സ്ലീപ്പ് വെയർ ഈസ് ഗുഡ്, ദ ക്വാളിറ്റി ഈസ് ഗുഡ്. പക്ഷേ ഐ തിങ്ക് യു സ്റ്റിൽ നീഡ് ദ ടൈം. ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു മീ എനിക്ക് അറിയില്ല, ലൈക്ക് ബിക്കോസ് ഓഫ് എൻ്റെ കൈൻ്റെ കുറേ ഇതുള്ളതുകൊണ്ട് ഞാനങ്ങനെ ലോങ് സ്ലീവ്സാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. മേ ബി യു കോൾ ഇറ്റ് ഇൻസെക്യൂരിറ്റി ഓർ വാട്ട് എവർ ദ ഷെഡ് ഇറ്റ് ഈസ്. ഐ ഡോണ്ട് വെയർ എ ലോട്ട് ഓഫ് സ്ലീവ്ലെസ് നൗഡേയ്സ്. സോ മേ ബി ഐ യൂഷ്വലി പ്രിഫർ ലോങ് സ്ലീവ്സ്. അതുകൊണ്ട് തന്നെ അത്. ആൻഡ് ഓൾസോ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പിന്നെ ഞാൻ മാക്സിൽ നിന്നാണ് പോയി മേടിച്ചത്. ഐ വെൻറ്റ് ടു സെൻറ്റർ പോയിൻറ്റ്, സ്പ്ലാഷ്, ഇതെല്ലാം കവർ ചെയ്ത് എനിക്കൊന്നും പഠിച്ചില്ല. പിന്നെ എന്താ പറയുക, മോൾ ഓഫ് ദി എമിറേറ്റ്സിലാണ് പോയത്. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെ മൂവിക്ക് പോകണം. പ്രൈമാർക്കിൽ നിന്നാണ് ഞാൻ കുറേ സ്ലീപ്പ് വെയർ മേടിച്ചത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ്, ഐ മീൻ ദ ओके आई मीन मे बी इधर का स्टैंडर्ड के बारे में बात किया तो वो अच्छा ही है. പക്ഷേ എനിക്കറിയില്ല, ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ക്ലോത്ത്സ് മേടിക്കുന്നത്. ഓവറോൾ ഞാൻ അങ്ങനെ കടയിൽ പോയിട്ട് ലൈക്ക് സ്റ്റോറിലൊന്നും പോയിട്ട് ഒന്നും മേടിക്കാറില്ല. എല്ലാം ഓൺലൈനാണ്. എനിക്ക് A to Z ഞാൻ എല്ലാം ഓൺലൈനിൽ വാങ്ങുന്ന ആളാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് മോർണിംഗ്. സോ ടുഡേയ്സ് പ്ലാൻ, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ വി ആർ തിങ്കിങ് വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ എ മൂവി. പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം അതിരടി കാണാൻ കുറേ നേരം പ്ലാൻ ചെയ്തിരുന്നിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് പല പ്രാവശ്യവും പ്ലാൻ ക്യാൻസലായിട്ട് അത് കാണാൻ പോയില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു വാച്ച് മറ്റേ മോളിവുഡ് ടൈംസ് പറഞ്ഞിട്ടുള്ള നസ്ലിൻ്റെ പുതിയ മൂവി. ആൻഡ് നാളെ ഇസ് മൺഡേ ആൻഡ് ബാക്ക് ടു വർക്ക്. അപ്പോൾ എനിക്കറിയില്ല, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് മടി കൂടിയോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മടിക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സാധനം ഉപ്പ് കൂടിയെന്ന് പറഞ്ഞല്ലോ. സോ അതിനകത്ത് കുറച്ച് മുട്ടയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരുമാതിരി ഓംലെറ്റൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ കണ്ടുപിടിച്ച സ്വന്തം റെസിപ്പീസ്. എനിക്കറിയില്ല, ഞാൻ ആരോടെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അത് കുളമാവും. ഒന്നില്ലെങ്കിൽ ഉപ്പ് കൂടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടും, കുറഞ്ഞ കുഴപ്പമില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആൻഡ് ഐ തിങ്ക് അടുത്ത ആഴ്ച 15th ഇവിടുത്തെ എന്തോ നാഷണൽ ഹോളിഡേ ആണ്. സോ അപ്പോൾ 3 days ലീവാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഈ ഒരു കാര്യം വ്ളോഗിലിടണോ, കാരണം ചില സമയത്ത് എനിക്ക് തോന്നും വ്ളോഗ് ഭയങ്കര വലുതായി പോകുന്നു. ആൻഡ് 20 minutesൻ്റെ ഒന്നും വ്ളോഗിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ ചില സമയത്ത് ഐ തിങ്ക് ഞാൻ ഹോളായിട്ടൊന്നും കാണിക്കില്ല എന്ന് വിചാരിച്ചാൽ. ബട്ട് സ്റ്റിൽ ഇന്നലെ കുറേ പോയി. മാക്സ്, സെൻറ്റർ പോയിൻറ്റ്, പ്രൈമാർക്ക്, അത്യാവശ്യം കുറേ സ്ഥലത്ത് പോയി. പക്ഷേ എനിക്കറിയില്ല, H&M പോയി. പക്ഷേ H&M ഒക്കെ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഭയങ്കര എക്സ്ട്രീംലി പ്രൈസ്ഡ് ആയിരുന്നു ടു ബി ഓണസ്റ്റ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മോൾ ഓഫ് എമിറേറ്റ്സിനേക്കാളും എനിക്ക് തോന്നുന്നു ഇബൻ ബത്തൂത്തിൽ പോയ കുറച്ചും കൂടി കളക്ഷനുള്ള പോലെ തോന്നിയോ എന്ന് എനിക്ക് തോന്നി. കാരണം ഈവൻ മാക്സിലായാൽ പോലും എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി. പക്ഷേ എടുത്തത് അവസാനം മാക്സിൽ തന്നെയാണ്. ഞാൻ അറിയില്ല, ഞാൻ മാറ്റി പിടിക്കാമെന്ന് ചോദിച്ചു. കാരണം കുറേ കാലമായിട്ട് ഞാൻ ബ്ലാക്കുകൾ മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ ഞാൻ കുറേ കാലം മുന്നേ വരെ ഫുൾ ടൈം കളർഫുൾ എല്ലാം ഭയങ്കര കളർഫുൾ മാത്രം എടുക്കുന്ന ഒരാളായിരുന്നു. ആൻഡ് ഈ ഒരു ഡ്രസ്സ് ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ.
പിന്നെ വൈറ്റ് പാൻസ് മേടിക്കാൻ എനിക്ക് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. പണ്ട് എനിക്ക് വൈറ്റ് ഒന്നും തരില്ലായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ വലുതായാലും എനിക്ക് എന്ത് വൈറ്റ് മേടിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈറ്റ് മേടിച്ചാൽ ഞാൻ കേടാക്കുന്നത് ഞാൻ വലുതായിട്ട് ഇതുവരെ ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ടു ബൈ ഇറ്റ് ബിക്കോസ് വല്ല ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഐ വോണ്ട് വെയർ ഇറ്റ്. എനിക്ക് പേടിയാണ് വൈറ്റ്. അടുത്തതും വൈറ്റാണ്. എനിക്കറിയില്ല ഇത് എങ്ങനെ ടേൺ ഔട്ടായിട്ട് വൈറ്റ് ആയിട്ട് വന്നു എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇത് റാൻഡം ടോപ്പ് ആൻഡ് ഇത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട്. ഐ മീൻ പിന്നെ റാൻഡംലി എന്തോ ഒരു ഓഫറിലുണ്ടായിരുന്ന ഒരു ജോഗർ സെറ്റ്, അത്രയാണ് ഞാൻ മാക്സിമം മേടിച്ചിട്ടുള്ളൂ. യൂഷ്വലി മറീന മോളിലേക്ക് മെട്രോ എടുത്തിട്ട് നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ട്രാം എടുക്കായിരിക്കും നല്ലത്. ഫ്രം DMCC എനിക്ക് അത്ര അറിയില്ല കേട്ടോ. എനിക്കിപ്പോഴും ഇതുവരെ ഫിഗർ ഔട്ട് ആയിട്ടില്ല. ലൈക്ക് ഐ റിയലി ഡോണ്ട് നോ. കാരണം ചില സ്ഥലത്തൊക്കെ ഞാൻ അപ്പോഴും ഇടും. ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ട്രാം ഇസ് ദ മച്ച് ബെറ്റർ ഓപ്ഷൻ. സോ തൊട്ടിട്ട് ഫുൾ ഹെൽത്തിയാണ്. കാരണം വയ്യ എന്നുള്ള പേരും പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ കണ്ടതൊക്കെ വാരി കഴിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു കുക്കി കഴിച്ചുള്ളൂ, പക്ഷേ ഇനിയില്ല. ഡൺ. പടം ഇസ് ഓവർ. പടത്തിൻ്റെ കാര്യം പറയാൻ ഐ ഡോണ്ട് നോ. ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല. ആക്ച്വലി ഭയങ്കര നല്ലതൊന്നും എന്നാണ് ഞാൻ പറയില്ല. ഓക്കെ കൈൻഡ് ഓഫ് പടം. ചിലവർക്കത് വൻ സ്ലീപ്പി മൂവിയായിട്ട് തോന്നിയേക്കാം. ബട്ട് കൈൻഡ് ഓഫ് മേ ബി മൂവിൻ്റെ റിയാലിറ്റി പറയണ പോലത്തെ ഒരു സാധനം. പിന്നെ ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഹാക്കാണ്. ജസ്റ്റ് ട്രൈ ഇറ്റ്. മറ്റേ IMDbൻ്റെ വെബ്സൈറ്റ് പോയിട്ടുള്ള മൂവീസിൽ IMDbന് മുന്നേ പ്ലേ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി വാച്ച് മൂവീസ്. അത് വർക്ക് ആവുന്നുണ്ട്. എനിക്ക് അറ്റ്ലീസ്റ്റ് വർക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഓപ്പണായിട്ട് പറയാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ട്രൈ ഇറ്റ്. എനിക്കത് വർക്കായിട്ടുണ്ട്. ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ അങ്ങനെ നൗ ഐ എം ഗോയിങ് ബാക്ക്. ഒരു ആവശ്യമില്ലാണ്ട് ഞാൻ പോയിട്ട് പോപ്കോണും ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞല്ലോ ഞാൻ ഇനി ജങ്ക് കഴിക്കില്ല എന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എൻ്റെ ഇമ്പൾസീവ് ഡിസിഷൻസ് ഞാൻ ചില സമയത്ത് ഓരോന്നെടുക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ ഞാൻ വിൽ ബി ലൈക്ക് ഓക്കെ ഐ നോ ഇറ്റ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് വീക്കെൻഡ് ഇസ് ഓവർ ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു വീക്കെൻഡ് പെട്ടെന്ന് തീർന്നു. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ രാത്രി സ്കിൻ കെയർ ഞാൻ ഈ ബേർഡ്സ് പീസിൻ്റെ ലിപ് ബാം ഉണ്ടല്ലോ, പണ്ടത്തെ ലൈക്ക് ഭയങ്കര പണ്ട് 2019 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ ബേർഡ്സ് പീസിൻ്റെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ അമേരിക്കയിൽ നിന്ന് എന്തോ വന്ന സമയത്ത് ആളെനിക്കൊരു ലിപ് ബാം തന്നാണ് ബേർഡ്സ് പീസിൻ്റെ. അന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് ഇത് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് വീട്ടിൽ ബേർഡ്സ് പീസിൻ്റെ ലിപ് ബാമിൻ്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് പണ്ട് 2019. അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ആക്ച്വലി ദിസ് ഇസ് എ റിയലി റിയലി ഗുഡ് ലിപ് ബാം. ഓക്കെ, ബേർഡ്സ് പീസിൻ്റെ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ റിയലി ഗുഡ്. പിന്നെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ സെലിമാക്സിൻ്റെ ഉപയോഗിക്കണം. പിന്നെ എനിക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ അതൊക്കെ നിർത്തി. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ട്യൂബ് മേടിച്ചു. ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഐ നീഡ് റിയലി സ്റ്റാർട്ട് ലീസർ വെരി വെരി സൂൺ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. TV ശരിയാക്കി ഞങ്ങൾ റോക്കി റാണി കി പ്രേം കഹാനി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബേസിക്കലി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയെന്നല്ല, ഞാനിവിടെ ഇരുന്ന് സ്ക്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കിടക്കാറായി. നാളെ വർക്കുണ്ട് ആൻഡ് മൺഡേ ഈസ് ഹിയർ and that was too fast, but yeah, thanks for watching. അടുത്ത ആഴ്ച പാക്കലാം. സോ യെസ്, ഇപ്പോൾ ഓൾ ഗുഡ് ആണ്. ഓക്കെ, ഇനി ആരാണെങ്കിലും കണ്ണ് വെച്ചത് ദയവ് ചെയ്ത് കണ്ണ് വെക്കാണ്ടിരിക്കുക. എന്നെക്കൊണ്ട് വയ്യ മരുന്ന് കഴിച്ച് മതിയാവൻ. ഇത് കണ്ടോ, സ്റ്റിറോയിഡ്സിൻ്റെ റിയാക്ഷൻ ഇതുവരെ പോയിട്ടില്ല അന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.